നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്തുകാർക്ക് എല്ലാവർക്കും നന്നായി അറിയാവുന്ന ഒരു സ്ഥലമാണ് ജഡ്ജിക്കുന്ന്. ഈ ജഡ്ജിക്കുന്ന് കഴിഞ്ഞ കുറേ വർഷങ്ങൾ മുൻപ് തന്നെ വാർത്തകളിൽ വളരെ പ്രശസ്തമായി തന്നെ നിലനിന്നിരുന്നു. കാരണം അവിടെ ഒരു ഈ പറയുന്ന പോലെ തന്നെ ജഡ്ജിക്കുന്നിലെ സ്ഥലം കാണാനായിട്ട് വന്നവരുടെ എണ്ണം വളരെ കൂടുകയും അവിടെ ഈ പ്രകൃതി വിരുദ്ധമായ പല കാര്യങ്ങളും അവിടെ നടക്കുകയും ചെയ്തു എന്നും അത് ശല്യം സഹിക്കാൻ വയ്യാതെ ചോദ്യം ചെയ്ത നാട്ടുകാരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും കസ്റ്റഡിയിൽ സുരേഷ് എന്ന വ്യക്തി മരണപ്പെടുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു. അതിനുശേഷം ജഡ്ജിക്കുന്ന് എന്ന് പറയുന്നത് എല്ലാവരുടെയും പേടി സ്വപ്നമായ ഒരു സ്ഥലമായി മാറിയിട്ടുണ്ടായിരുന്നു. അധികമാരും അവിടെ വരാതെ നിൽക്കുന്നു. എന്നാൽ പോകുന്നവരൊക്കെ തന്നെ അനാശാസ്യ പ്രവർത്തനങ്ങൾ ചെയ്യാനായി പോകുന്നു. അവിടെ നാട്ടുകാർ പലതും കണ്ടിട്ടും കണ്ടില്ല നടിച്ച നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് മലയാളി വാർത്ത കൃത്യമായി തന്നെ ഇതൊക്കെ റിപ്പോർട്ട് ചെയ്തതുമാണ്. അന്ന് മലയാളി വാർത്താ സംഘം അവിടെ എത്തിയപ്പോൾ, കൃത്യമായി പറഞ്ഞാൽ 3 വർഷം മുൻപ് അവിടെ എത്തിയപ്പോൾ കാണാൻ സാധിച്ചത് ഈ ഗർഭനിരോധന ഉറകളും അതുപോലെ തന്നെ മദ്യക്കുപ്പികളും ഒക്കെ ആണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് യുവാവിന് ക്രൂരമർദ്ദനമേറ്റതും ഇതേ ജഡ്ജിക്കുന്നിൽ വെച്ചാണ്. 17കാരി നൽകിയ കൊട്ടേഷൻ പ്രകാരമാണ് യുവാവിന് 3 അംഗ സംഘം മർദ്ദിച്ചത് എന്നാണ് പോലീസ് പറയുന്നത്. സംഭവത്തിൽ പെൺകുട്ടിയടക്കം 4 പേരെ തിരുവല്ലം പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അഴീക്കോട് സ്വദേശി റഹീമിനെയാണ് മർദ്ദനം ഏറ്റത്. പെൺകുട്ടിയെ റഹീം പിന്നാലെ നടന്ന് ശല്യപ്പെടുത്തിയതിനാലാണ് കൊട്ടേഷൻ നൽകിയതെന്നാണ് പോലീസ് പറയുന്നത്. പെൺകുട്ടി നൽകിയ കൊട്ടേഷൻ പ്രകാരം 3 അംഗ സംഘം റഹീമിനെ ജഡ്ജിക്കുന്നിൽ വെച്ച് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. രക്തത്തിൽ കുളിച്ച നിലയിലാണ് റഹീമിനെ കണ്ടെത്തിയത്. തുടർന്ന് റഹീമിനെ ആശുപത്രിയിലാക്കുകയായിരുന്നു. റഹീമിന്റെ പരാതിയിൽ കേസെടുത്ത പോലീസ് പ്രതികളെ പിടികൂടുകയും ചെയ്തിരുന്നു. ഏകദേശം 3 ഏക്കറോളം പരന്നു കിടക്കുന്ന വിശാലമായ ഒരു സ്ഥലമാണ് ജഡ്ജിക്കുന്ന് എന്ന് പറയുന്നത്. തിരുവനന്തപുരം സിറ്റിയുടെ ഏറ്റവും ഉയരം കൂടിയ ഇടം എന്ന് വേണമെങ്കിൽ പലരും പറയുന്നുണ്ട്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തന്നെ തിരുവനന്തപുരത്തെ വളരെ പ്രശസ്തമായ ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളും കാണാമെന്ന് പറയുന്നു. പത്മനാഭസ്വാമി ക്ഷേത്രം, മ്യൂസിയം, സെക്രട്ടേറിയറ്റ്, അതുപോലെ തന്നെ ശംഖുമുഖം, കോവളം, വേലിക്കായൽ, അതുപോലെ തന്നെ എയർപോർട്ട് തുടങ്ങിയ ഒട്ടുമിക്ക എല്ലാ പ്രധാന സ്ഥലങ്ങളും കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് പറയുന്നാൽ തന്നെ ആളുകളുടെ എണ്ണം വളരെ വലിയ രീതിയിൽ കൂടുകയും ആൺ പെൺ സൗഹൃദങ്ങൾ അവിടെ വരികയും മുട്ടുടുകയും പ്രണയം മുട്ടുടുകയും എന്നാൽ കാണാൻ പറ്റാത്ത രീതിയിൽ തന്നെ പല കാഴ്ചകൾ കാണുകയും ചെയ്യുകയും ഈ നാട്ടുകാർ ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒപ്പം അതുപോലെ തന്നെ വളരെ പ്രായം കുറഞ്ഞ പെൺകുട്ടികളെ പോലും കയറി പിടിക്കുന്ന അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് സ്വസ്ഥമായി അവരുടെ വീട്ടിൽ പോലും കയറാൻ പറ്റാത്ത സാഹചര്യത്തിൽ അവരെ ഉപദ്രവിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ജഡ്ജിക്കുന്നിൽ മാറിയിരുന്നു. എന്നാലും കഴിഞ്ഞ ദിവസവും ആരും ഇയാളെ അവിടെ ഇട്ടടിച്ചിട്ടും ആരും അറിഞ്ഞില്ല, ആരും കണ്ടതുമില്ല, കേട്ടതുമില്ല. ജഡ്ജിക്കുന്നിലെ അവസ്ഥ ഇപ്പോഴും മാറിയിട്ടില്ല. വർഷങ്ങൾക്ക് ഇപ്പുറവും അത് മാറിയിട്ടില്ല എന്നാണ് വ്യക്തമാകുന്നത്. റിപ്പോർട്ട് ചെയ്തതും റിപ്പോർട്ട് ചെയ്യപ്പെടാത്തതുമായിട്ടുള്ള അനവധി കേസുകൾ ഇതിനു മുൻപും ജഡ്ജിക്കുന്നിൽ നടന്നിട്ടുണ്ട്. സിനിമാ മേഖലയിൽ PRO ആയി ജോലി ചെയ്യുന്ന വ്യക്തിയാണ് റഹീം. 1ാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിനിയായ പെൺകുട്ടിയും റഹീമും പരിചയമുണ്ട്. തന്നെ നിരന്തരം ഫോണിൽ വിളിച്ച് ശല്യം ചെയ്ത് പതിവാണ് എന്നും സിനിമയിൽ അവസരം നൽകാമെന്ന് പറഞ്ഞ് പുറകെ നടക്കുകയാണ് എന്നും മുന്നറിയിപ്പ് നൽകിയിട്ടും ശല്യം ചെയ്യുന്നത് തുടർന്നുവെന്നാണ് പെൺകുട്ടി പറയുന്നത്. ഇതോടെ ഇക്കാര്യം ബന്ധുവിനോട് പെൺകുട്ടി അറിയിക്കുകയായിരുന്നു. തുടർന്ന് റഹീമിനെ ജഡ്ജിക്കുന്നിലേക്ക് പെൺകുട്ടി വിളിച്ചു വരുത്തി. അവിടെ വെച്ച് പെൺകുട്ടിയുമായി വാക്കുതർക്കം ഉണ്ടായി. തുടർന്ന് പെൺകുട്ടിക്കൊപ്പം ഉണ്ടായിരുന്ന 4 അംഗ സംഘം റഹീമിനെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. നാട്ടുകാരാണ് ചോരയിൽ കുളിച്ചു കിടന്ന റഹീമിനെ പിന്നീട് കണ്ടെത്തുകയും പിന്നീട് ആശുപത്രിയിലേക്ക് എടുത്തുകൊണ്ടുപോയത്. ഇപ്പോൾ അവിടെ ആൾക്കാർ കൂടി നിന്നാലോ അല്ലെങ്കിൽ ഒരാൾ അവിടെ കിടന്നാലോ പോലും ആരും മൈൻഡ് ചെയ്യില്ല. കാരണം ഒരുപക്ഷെ മദ്യപിച്ചോ അല്ലെങ്കിൽ മറ്റ് മയക്കുമരുന്ന് ഉപയോഗിച്ചോ അവിടെ കിടക്കുന്നതാണെന്നായിരിക്കും പലരും കരുതിയിട്ടുണ്ടാകുക. എന്നാൽ ഏറെ സമയം കഴിഞ്ഞിട്ടും അയാൾ അവിടെ അനക്കമില്ലാതെ കിടക്കുന്ന കണ്ട് നാട്ടുകാർ തന്നെയാണ് അയാളുടെ അടുത്തേക്ക് പോയി കാര്യം തിരക്കിയത്. തുടർന്ന് പോലീസ് പെൺകുട്ടിയെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മറ്റു 3 പേരെയും കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു പോലീസ് സംഘം. എന്തായാലും ആ 3 വർഷം മുൻപ് മലയാളി വാർത്ത അവിടെ കണ്ടത് എന്താണെന്നും മലയാളി വാർത്തയോട് അവിടുത്തെ നാട്ടുകാരൻ അന്ന് അവിടെ അതായത് തിരുവല്ലം ജഡ്ജിക്കുന്നിൽ സ്ഥലം കാണാൻ എത്തിയ ദമ്പതികളെയും സുഹൃത്തുക്കളെയും ആക്രമിച്ചതിന്റെ പേരിൽ സുരേഷ് അടക്കം 5 പേരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ഇതേ സുരേഷ് കസ്റ്റഡിയിൽ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നതിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ അന്ന് അവിടെ റിപ്പോർട്ട് ചെയ്യാനായി പോയിരുന്നു. അന്ന് അവിടെയുള്ള നാട്ടുകാരൻ പറഞ്ഞ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാൻ. അദ്ദേഹം ഈ വാർത്തയിൽ പറയുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വാർത്തയിൽ കേൾക്കുന്ന ഈ കാര്യം നടന്നത് 3 വർഷം മുമ്പാണ് എന്നുകൂടി ഒന്നുകൂടി ആവർത്തിക്കുക. എന്നാലും ജഡ്ജിക്കുന്നിലെ യഥാർത്ഥ അവസ്ഥ ഇതാണ്. ഒരു വാർത്ത വന്നായിരുന്നു, ജഡ്ജി മരിച്ചിട്ട് ജഡ്ജിയുടെ കല്ലറ അതുകൊണ്ട് ആ ഒരു പുള്ളിക്കാരൻ്റെ വീട്ടിൽ വച്ചിക്കെന്ന് പറഞ്ഞ്. പക്ഷെ ഒരിക്കലും പൂവിന മേഡം എന്ന് പറയുന്നൊരു വ്യക്തി പേഴ്സണലായിട്ട് സ്ഥലം വാങ്ങിച്ചതാണ്. അതൊരു 10-20 വർഷം ആവും. അവർ അമേരിക്കൻ വർക്ക് ചെയ്യുന്ന ആളാണ്. അവർ സ്ഥലം വാങ്ങിച്ചു, അവിടെ ഒരു കുരിശടി വെച്ചു. പക്ഷെ വന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ജഡ്ജിയുടെ കല്ലറയാണെന്ന്. പക്ഷെ ഒരിക്കലുമല്ല. ആ പുള്ളിക്കാരെന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല. എന്നെക്കാട്ടിയും എത്രയോ നാൾ പുള്ളിക്കാരൻ്റെയൊക്കെ സീനിയറാണ്. ഇത് ഏതാണ്ട് ഒരു 7-8 ഏക്കർ സ്ഥലമുണ്ട്, നിരന്ന് കിടക്കുന്ന സ്ഥലമായിരുന്നു. മുമ്പ് മൊത്തം കശുമാവൻ തോട്ടമായിരുന്നു. കശുമാവൻ തോട്ടത്തിനകത്ത്
ആ പുള്ളിക്കാരൻ ഒരു അസർ എന്നൊരു പുള്ളിക്കാരനായിരുന്നു മൊത്തത്തിൽ ഇവിടെ മേൽനോട്ടം വഹിച്ചുകൊണ്ടിരുന്നത്. ആ പുള്ളിക്കാരന് ശേഷമാണ് പിന്നെ ഞങ്ങളൊക്കെ ഇവിടെ കയറാനും നമ്മൾ കളിക്കാനും എല്ലാം കണ്ട് അങ്ങനെ പരിചയമായിരുന്നു. പക്ഷെ അവർ പറയുന്നത് വെറും പൊള്ളത്തരമാണ്, കള്ളത്തരമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ അവർ വന്ന് കയറിയവരാണ്. അവർ പറഞ്ഞ ന്യൂസിൽ ഏതൊരു ന്യൂസിൽ അവർ പറഞ്ഞായിരുന്നു, അവരൊരു ബിൽഡിംഗ് വെച്ചിട്ട് അസറീരുടെ നമ്മളെ ജഡ്ജിയുടെ കല്ലറയാണ് അവിടെ ഇരിക്കുന്നത്. ഒരിക്കലുമില്ല, ജഡ്ജി ഹിന്ദുവാണ്. ഹിന്ദുവിൻ്റെ ഒരു ഇതിലൊരു കല്ലറ അവിടെ വരേണ്ട ഒരു കാര്യവുമില്ല. അത് ജഡ്ജിയുടെ പേര് നമുക്കറിയില്ല. ഞാനൊക്കെ ജനിച്ചിട്ടില്ല. പുള്ളിക്കാരെ ഇവിടെ സമയത്ത് ഞാൻ ജനിച്ചിട്ടില്ല. അത് എത്രയോ വർഷങ്ങൾക്ക് പണ്ട് കാലം എൻ്റെ അച്ഛൻ്റെ അപ്പൂപ്പൻ്റെ കാലത്താണ് പുള്ളിക്കാർ ഇവിടെ വന്ന് താമസിച്ചത്. പണ്ട് ഇവിടെ ഈ റോഡൊന്നും ഇല്ല, ഇവിടെ ഒരു നടവഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പുള്ളിക്കാരന് കുതിര വണ്ടി കയറി വരാൻ വേണ്ടിയിട്ട് മാത്രമാണ് പണ്ടുള്ള കാലത്ത് വെട്ടിത്തെളിച്ചെന്നാണ് എൻ്റെ കേട്ടറിവ്. കാര്യം ഞാനൊന്നും ജനിച്ചിട്ടില്ല, ഞങ്ങളാരും ജനിച്ചിട്ടില്ല. അത്രയും വർഷം പഴക്കമുണ്ട്. ഇവർ വന്നിട്ട് ഒരു 10-15 വർഷത്തിനകത്താവുകയുള്ളൂ ഇവരിവിടെ താമസത്തിന് വന്നിട്ട്. പക്ഷേ ഉള്ള കാര്യം പറയാമല്ലോ, ഇവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന ഇവരാണെന്നാണ് തോന്നുന്നത്. കാര്യം ഇവർ മൗണ്ട് സിയോൺ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വ്യൂ ഇവിടെ കൊടുക്കാറുണ്ട്. മൗണ്ട് സിയോൺ ട്രിവാൻഡ്രം സിറ്റി ഏറ്റവും ടോപ്പ് ഹൈറ്റ്. നമ്മുടെ ട്രിവാൻഡ്രം സിറ്റി വീട് എല്ലാം വ്യൂ കാണാം. ഏതാണ്ട് നമ്മളെ കടലോരം കാണാം, ഭീമാവളി കാണാം, എയർപോർട്ട് കാണാം, പത്മനാഭസ്വാമി ക്ഷേത്രം കാണാം. രാത്രിയിൽ നല്ല വ്യൂ ആണെന്ന് പറഞ്ഞത് ഏറ്റവും കൂടുതൽ പബ്ലിസിറ്റി കൊടുത്ത ഇവരാണ്. ഇവർ ഈ പബ്ലിസിറ്റി കൊടുത്തതിന് ശേഷമാണ് ഏറ്റവും കൂടുതൽ ഞങ്ങളെപ്പോലുള്ള പയ്യന്മാർക്ക്, പയ്യന്മാർക്ക് മാത്രമല്ല നാട്ടുകാർക്കും പോലും താഴെ ആ ജംഗ്ഷനിൽ, ആ പള്ളിയുടെ താഴെ ജംഗ്ഷനിലുണ്ട്. ആ ജംഗ്ഷനിൽ ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അനാവശ്യമായിട്ട് ഒരുപാട് പയ്യന്മാർ വരാറുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാർ വരാറുണ്ട്. ഞങ്ങളിത് ചോദിക്കുമ്പോൾ ഞങ്ങൾ വീഡിയോ കൊണ്ട് സ്ഥലം കണ്ട് വരാറുണ്ട്. ഞങ്ങൾ സ്ഥലം കണ്ട് ജഡ്ജി കുന്നിൽ സ്ഥലം കാണാൻ പറഞ്ഞു. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവസാനം സഹിയിട്ട് ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു. അവസാനം വേറൊരു കാര്യം, ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ അറിഞ്ഞില്ലെന്ന് എനിക്കറിയില്ല. ഞങ്ങളൊരു ടെയിലിൻ്റെ പണിക്ക് പോകുന്ന ടെയിലിൻ്റെ ഒരു കൺട്രാക്ട് അയ്യപ്പൻ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരുണ്ടായിരുന്നു മേളിലുണ്ട്. അയ്യപ്പൻ ചേട്ടൻ്റെ മോളെ എൻ്റെ വീടിൻ്റെ തൊട്ട് താഴെ വെച്ച് കൊച്ച് നീന്തൽ പഠിക്കാൻ പോയത്. കൊച്ചിന് 9-10 വയസ്സ് പ്രായമുള്ളൂ. കഞ്ചാവ് പഠിക്കാൻ ഏതോ പയ്യൻ ആ കൊച്ചിനെ കയറി പിടിച്ചു രാത്രി 6 മണിക്ക്. അത് ഒരു നല്ല വെളിച്ചുള്ള സമയത്ത് ആ കൊച്ചിനെ അദ്ദേഹത്തെ ഒന്ന് കയറി പിടിച്ചു. അത് തിരുവനന്തപുരം സ്റ്റേഷനിൽ ഒരു കംപ്ലൈൻറ്റ് കിടപ്പുണ്ട്. അതിനുശേഷമാണ് ഈ വിഷയങ്ങൾ വരുന്നത്. അതിനുശേഷമാണ് ഞങ്ങളെ പയ്യന്മാർ പ്രതികരിക്കാൻ തുടങ്ങിയത്. കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ആരൊക്കെ വരുന്നു, എന്തൊക്കെ ചെയ്യുന്നു നമുക്കറിയില്ല. അത് നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞ കേസാണ്. തിരുവനന്തപുരം സ്റ്റേഷനിൽ അത് കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനൊരു റെസ്പോൺസ് ഇല്ല. അതിനുശേഷമാണ് നമ്മൾ പ്രതികരിക്കാൻ തുടങ്ങിയപ്പോൾ ഇപ്പോൾ നമ്മളെ പയ്യന്മാർ സദാചാര പോലീസ് മറിച്ചാണ് പറഞ്ഞാൽ അവർ കേസ് കൊടുത്തു. ഞങ്ങളെ പയ്യന്മാർ നമ്മൾ 4 പേരെ അകത്തുമായി, ഒരുത്തനെ അടിച്ച് കൊല്ലുകയും ചെയ്തു. ഇതൊക്കെ നമ്മൾ ചോദ്യം ചെയ്താണ് ഏറ്റവും വലിയ തെറ്റ്. പക്ഷേ വേറെ കേസെന്ന് പറഞ്ഞാൽ എനിക്കൊരു മോളാണ്. എനിക്കൊരു മോൾ വളർന്നു വരുന്നേ ഉള്ളൂ. എൻ്റെ മോളെ പോലെ ആ കൊച്ചിനെ കയറി പിടിച്ചെന്ന് പറഞ്ഞ സംഭവം ഒരു വിഷയം തിരുവനന്തപുരം സ്റ്റേഷനിൽ നിങ്ങൾ പോയി ചോദിച്ചാലും മതി. ഈ സംഭവം നടക്കുന്നത് ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പേ. അതായത് ഈ സംഭവം നമ്മൾ സുരേഷേൻ്റെ കസ്റ്റഡിയിൽ എടുക്കുന്നതും മരണം സംഭവിക്കും 2 ആഴ്ചയ്ക്ക് മുമ്പേ ഒരു കംപ്ലൈൻറ്റ് തിരുവനന്തപുരം സ്റ്റേഷനിൽ പോയായിരുന്നു. കൊച്ച് നീന്തൽ പഠിക്കാൻ പോയിട്ട് വന്ന കൊച്ചിനെ എൻ്റെ വീടിൻ്റെ താഴെ, ആ സ്പോട്ട് ഞാൻ കാണിച്ചു തരാം. ആ തൊട്ട് അവിടെ താഴെ വെച്ച് ഏതോ ഒരു ബൈക്കിൽ വന്നൊരു പയ്യനാ, 220 പൾസർ എന്നാ പറയുന്നത്. CC ക്യാമറ നോക്കിയിട്ട് മുഖം അറിയാൻ വയ്യ, ഒന്നും അറിയാൻ വയ്യ. ആ കൊച്ചിനെ കയറി പിടിച്ചു. 9-10 വയസ്സ് പ്രായമുള്ള ആ കൊച്ചിനെ കയറി പിടിച്ചു. അതിനുശേഷം നമ്മുടെ നാട്ടുകാരെല്ലാം കൂടെ തീരുമാനിച്ചു ഇനി ഇവിടെ കഞ്ചാവ് അടിക്കാൻ ഒരുത്തരം ഇവിടെ കയറ്റാൻ പാടില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാം സംസാരിച്ച് എല്ലാം ക്ലിയർ ചെയ്തു. അപ്പോൾ നമ്മൾ പറഞ്ഞു, ചേട്ടാ എന്തായാലും നമ്മൾ മുന്നിട്ട് നിൽക്കാം എന്ന് പറഞ്ഞ് നമ്മൾ കൗൺസിലടുത്ത് പരാതി കൊടുത്തു. കൗൺസിലർ പറഞ്ഞു, നിങ്ങൾ എന്താണ് പരാതി, നിങ്ങൾ ധൈര്യമായിട്ട് നിൽക്കേ, കൗൺസിലർ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ശിവൻകുട്ടിയാണ് നമ്മളെ കൗൺസിലർ, അതായത് LDFന്റെ ശിവൻകുട്ടി, പുള്ളിക്കാരനാണ് നമ്മൾ കൗൺസിലർ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അവസാനം വന്നിട്ട് ഈ പ്രശ്നം പറഞ്ഞപ്പോൾ ഇത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അത് വേറെ ലെവലായിപ്പോയി, എന്താണ് കേസെന്ന് അവർക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അതായത് ഈ സദാചാര പോലീസിന്റെ കേസിലാണ് ഇവർ കേസെടുത്തിരിക്കുന്നത്. അവരെ കയറി പിടിച്ചു, അവരെ അടിച്ചു പിടിച്ചെന്നാണ് പറയുന്നത്. എന്താണെന്നുള്ള സത്യാവസ്ഥ ഇവർ പുറത്തിറങ്ങിയാലേ അറിയാൻ പറ്റുള്ളൂ. എന്തായാലും അവരെ മർദ്ദിച്ചു എന്നുള്ള കാര്യം വ്യക്തമാണ്. മരിച്ച സുരേഷന്റെ പേരിൽ ഇന്ന് രാവിലെ പത്ര റിപ്പോർട്ട് വന്നായിരുന്നു. 12 ചതവ് നെഞ്ചിന്റെ ഭാഗത്ത് അവിടെ ഇവിടെ ആയിട്ട് 12 ചതവുണ്ടെന്ന് പറഞ്ഞു. അപ്പം നേരത്തെ പോലീസുകാർ ഹൃദയാഘാതം മൂലമാണ് മരിച്ചതെന്ന് പറഞ്ഞു. അത് കള്ളത്തരമാണെന്നുള്ള കാര്യം ഇപ്പോൾ എല്ലാവർക്കും, നാട്ടുകാർക്കും സമൂഹത്തിലെ എല്ലാവർക്കും വ്യക്തമായിട്ടുള്ള കാര്യമാണ്, അത് മനസ്സിലായ കാര്യമാണ്. പക്ഷെ ഇപ്പോൾ അവർ ഭയപ്പെടുന്നു. ഞങ്ങൾ ഇപ്പോൾ ഇന്ന് വാർത്തയിൽ കണ്ട കേസാണ്, CBIക്ക് കേസ് കൈമാറുന്നു എന്ന് പറയുന്നു. അപ്പോൾ അവർ ഭയപ്പെടുന്നു. നമ്മൾ മൊഴിയെടുക്കാൻ തയ്യാറാണ്. ഇത് ദൃക്സാക്ഷികൾ കണ്ട മൊഴിയെടുക്കാൻ നമ്മൾ തയ്യാറാണ്.
കണ്ടവർ, ഞാനല്ല കണ്ടത്, എനിക്ക് മേളെ കണ്ട ആൾക്കാരുണ്ട്, അവരെല്ലാം മൊഴി കൊടുക്കാൻ തയ്യാറാണ്. അത് കൊടുക്കുകയും ചെയ്യും. ഇത് വ്യക്തമായിട്ടുള്ള കാര്യം അറിയുകയും ചെയ്യും. ആരാണ് എന്ത് തെറ്റ് ചെയ്താലും, ഇനി SI ആയിരുന്നാലും CA ആയിരുന്നാലും ഹെഡ് ക്വാർട്ടേഴ്സ് ആരാണെങ്കിലും ശരി തന്നെ, ഇത് തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കണം. പാവപ്പെട്ട ഒരുത്തനാണ് അടിച്ചു കൊന്നത് അവിടെ.